നിങ്ങൾക്ക് അല്ലാഹുവിൽ പേടിയുണ്ടെങ്കിൽ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഈ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയാ? 5 നേരം നിസ്കരിക്കാത്ത മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയാ? അല്ലാഹുവിൽ പേടിയുണ്ടെങ്കിൽ നിങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കണം. നമ്മുടെ വീട്ടിൽ വൈകി വരുന്ന ഒരു സിസ്റ്റം നമ്മുടെ വീട്ടിൽ ഉണ്ടാവരുത്. മക്കളൊക്കെ വൈകി വരാൻ 10:30 മണിയാകുമ്പോഴേക്കും വാതിൽ പൂട്ടുകയും ലൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനം. 10:30 മണിക്ക് ശേഷം വീട്ടിൽ വന്നാല് എന്റെ വീട്ടിൽ കയറ്റൂല എന്ന ഒരു തീരുമാനമെടുക്കാനുള്ള ആർജവം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മുടെ മക്കളൊക്കെ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയൊക്കെ അടിമയായി പോയത് വെറുതെയല്ല, നമ്മുടെ ഭാഗത്തു നിന്നുള്ള അശ്രദ്ധയാണ്. എത്ര വൈകി വന്നാലും ആലോചിച്ച് കെട്ടുന്ന ഉപ്പമാര് ഒരൽപ്പം തീവ്രതയുള്ള ഉപ്പമാരാണെങ്കിൽ ഉപ്പമാരറിയാതെ പിൻവാതിലിലൂടെ മക്കളെ കയറ്റി വളരെ സുഗമമായി അവരെ കിടത്തി ഉറക്കുന്ന ഉമ്മമാര്. ഉപ്പ സ്ട്രോങ് ആണെങ്കിൽ ഉമ്മതിനേക്കാളും സ്ട്രോങ് ആവണം. ഉപ്പ ഒരാളെ കയറ്റണ്ടെന്ന് പറഞ്ഞാല് കയറ്റാതിരിക്കാൻ ഉമ്മമാർക്ക് കഴിയണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് എന്നറിയുമ്പോഴാണ് ഉപ്പ കയറ്റിയില്ലെങ്കിലും ഉമ്മ കയറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നേരം വൈകി വെളുക്കാൻ നേരം 2 മണിക്കും 3 മണിക്കൊക്കെ ആളുകൾ വീട്ടിൽ വന്ന് കയറുന്നത്. അപ്പോ നേരത്തെ വന്ന് നേരത്തെ കിടന്നുറങ്ങി തഹജ്ജുദ് നിസ്കാരത്തിന് എണീറ്റ് ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് എണീറ്റ് എല്ലാവരും തഹജ്ജുദ് നിസ്കരിച്ച് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ഒരു സിസ്റ്റം